പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിഭജിച്ച് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമാകാൻ പോകുന്നു. മൗലാന ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന പാർലമെന്റ് അംഗം പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിൽ തന്നെ ഇക്കാര്യം പറഞ്ഞതിന്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? അത് വളരെ പാകിസ്ഥാൻ അത് ഗൗരവത്തിൽ കാണുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഫസലുർ റഹ്മാൻ പറഞ്ഞത് 1971 ആവർത്തിക്കാൻ പോകുന്നു. 1971 പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ചു പോയി ബംഗ്ലാദേശ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ 71 പോലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയാൽ പാകിസ്ഥാൻ വളരെ ചെറിയൊരു രാജ്യമായി മാറും. അതായത് ഇപ്പോൾ ബലൂജ് മേഖല എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ഉണ്ട്. അതായത് പാകിസ്ഥാൻ്റെ 44% പോകും. അതായത് 3,74,190 ചതുരശ്ര കിലോമീറ്ററാണ് ബലൂചിസ്ഥാൻ മേഖല. പക്ഷേ അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. പാകിസ്ഥാൻ്റെ മൊത്തം ജനസംഖ്യയുടെ 5% മാത്രമേ ഉള്ളൂ. ഒരു വാസ്റ്റായ ഭൂമിയുണ്ട്, പക്ഷേ ജനസംഖ്യ കുറവാണ്. പീഠഭൂമിയാണ്, ജനസംഖ്യ കുറവാണ്. അതായത് അവിടെ പറയുന്നത് ഒരു ചതുരശ്ര കിലോമീറ്ററിന് 36 ആളുകളേ ഉള്ളൂ ബലൂചിസ്ഥാനിൽ മേഖലയുണ്ട്. ഈ ബലൂചിസ്ഥാനിലെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ബലൂചിസ്ഥാൻ്റെ ചരിത്രം നമ്മൾ കരുതുന്നത് ഇപ്പോൾ നമുക്ക് കാശ്മീർ ഉള്ളതുപോലെ, അല്ലെങ്കിൽ നമുക്ക് പഞ്ചാബ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് കേരളം ഉള്ളതുപോലെ പാകിസ്ഥാൻ്റെ പണ്ടേ ഉള്ള ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ബലൂചിസ്ഥാൻ എന്ന് കരുതുന്നത് തെറ്റാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് സത്യത്തിൽ പാകിസ്ഥാനിൽ ചേർന്നതിന് ശേഷം വന്നൊരു പേരാണ്. കാരണം ബലൂജ് മേഖലയിലെ ബലൂജ് ഗോത്രത്തിൽപ്പെടുന്ന സുന്നി മുസ്ലിങ്ങൾ താമസിക്കുന്നു. അവർ പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാൻ മേഖലയിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഇറാനിലുണ്ട്. അപ്പോൾ ഇറാനിയൻ വംശജരാണ് ഈ ബലൂജികൾ. അവർ സുന്നികളാണ്. സുന്നി, പക്ഷേ പാകിസ്ഥാനിലെ മറ്റു സുന്നികളിൽ നിന്ന് വ്യത്യസ്തമായ ഗോത്ര സ്വഭാവമുള്ള ഒരു സുന്നി ജനവിഭാഗമാണ്. സത്യത്തിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മുമ്പ് ഉണ്ടായിരുന്നില്ല. പണ്ടുണ്ടായിരുന്നത് 4 രാജ്യങ്ങളാണ്. ഒന്ന് കലാത്ത്, ഖരൻ, ലാസ്ബേല, മകരൻ, ഇങ്ങനെ 4 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കലാത്ത്, ഖരൻ, ലാസ്ബേല, മകരൻ, ഇങ്ങനെ 4 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഘട്ടം, അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് ഈ നാട്ടുരാജ്യങ്ങളെ നമ്മുടെ രാജ്യത്തോട് ചേർക്കുന്നതിൻ്റെ ചുമതല ഇന്ത്യയിൽ പട്ടേൽ നടത്തിയതുപോലെ തന്നെ ഒരു ശ്രമം ജിന്നയും നടത്തിയിട്ടുണ്ട്. ജിന്നയുടെ ഇടപെടൽ വഴി ഖരൻ, ലാസ്ബേല, മകരൻ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെതായി മാറി. അപ്പോൾ ഈ സമയത്ത് ഈ 1946 ഈ ബ്രിട്ടന് മുന്നിൽ നിലപാട് അറിയിക്കാൻ തങ്ങളുടെ നിലപാട് ഞങ്ങൾ ഈ മറ്റേ ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് കലാത്തിലെ രാജാവായ ഖാൻ മിർ അഹമ്മദ് യാർ ഖാൻ തീരുമാനിച്ചു. എന്നിട്ട് ജിന്നയോട് പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് ബ്രിട്ടനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ക്യാബിനറ്റ് മിഷൻ വന്നപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തി. ഒരു പരിഹാരമായില്ല. 1947 ഓഗസ്റ്റ് 4 ഡൽഹിയിൽ ഒരു യോഗം നടന്നു. ആ ഡൽഹിയിലെ യോഗത്തിൽ ഖലാത്തിലെ ഭരണാധികാരിയായിരുന്ന ഖാൻ മിർ അഹമ്മദ് യാർ ഖാൻ പങ്കെടുത്തു, നെഹ്റു പങ്കെടുത്തു, ഖലാത്തിലെ CM ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന പങ്കെടുത്തു, മൗണ്ട് ബാറ്റൻ പങ്കെടുത്തു. ഇത്രയും പേര് പങ്കെടുത്തിട്ട് പറഞ്ഞു, കലാത്ത് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ ചെയ്തില്ല, പാകിസ്ഥാനിൽ ചെയ്തില്ല. പക്ഷേ ഇന്ത്യയിൽ ചേരുന്നതിന് അപ്പോഴും തടസ്സമുണ്ട്. കാരണം ഇന്ത്യയിൽ ചേരുന്ന ഭൂപ്രദേശങ്ങൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടണം. അപ്പോൾ കലാത്ത് കുറേ അകലെയാണ്. ഇന്ത്യയായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടാത്തത് കൊണ്ട് ഇന്ത്യയിൽ ചേരാനായിട്ട് കലാത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ചേരാൻ പറ്റില്ല എന്നൊരു സാങ്കേതികമായൊരു തടസ്സം വന്നു. അപ്പോഴേക്ക് കലാത്ത് പറഞ്ഞു, കലാത്തിന് ഇന്ത്യയിൽ ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കലാത്ത് പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാണ്, കലാത്ത് വേറെ രാജ്യമായിരിക്കും. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇപ്പോഴത്തെ നിലവിലുണ്ടായിരുന്ന ഭരണാധികാരിയായ ഖാൻ മിർ അഹമ്മദ് യാർ ഖാൻ തന്നെ കലാത്തിൻ്റെ ഭരണാധികാരിയായിട്ട് കലാത്ത് എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി, അതായത് ഖരൻ, ലാസ്ബേല, മകരൻ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമാകും. ഇപ്പുറത്ത് ഇന്ത്യ ഉണ്ടാവും. അതുകൂടാതെ മൂന്നാമതൊരു രാജ്യം കലാത്ത് ഉണ്ടാവും. ഖാൻ പ്രധാനമന്ത്രിയോ ഭരണത്തലവനായിട്ട് കലാത്ത് എന്നുള്ള രാജ്യം കൂടി ഉണ്ടാവും തീരുമാനിച്ചു. ആ യോഗം കഴിഞ്ഞു. എന്നിട്ട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കലാത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാമെന്നും അതായത് മൗണ്ട് ബാറ്റനും നെഹ്റുവും ജിന്നയും ഖാനും പങ്കെടുത്ത മീറ്റിങ്ങിൽ തീരുമാനമായി. എന്നിട്ട് തുടർന്ന് ഖരാൻ, ലാസ്ബേല തുടങ്ങിയവെല്ലാം വന്നിട്ട് എന്ത് ചെയ്തു, ഈ പാകിസ്ഥാനിൽ ചേരണമെന്നുള്ള തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനം എടുക്കുന്നതിന് പകരം ഖരനും ലാസ്ബേലയും കൂടെ കലാത്തിൽ ലയിക്കണമെന്ന് തീരുമാനിച്ചു. പാകിസ്ഥാന് കൊടുക്കണ്ട. അതായത് 4 പ്രവിശ്യകളിൽ
ഖരൻ, ലാസ്ബേല. മകരൻ മാത്രം പാകിസ്ഥാനിലേക്കും ബാക്കി 3 ഖരനും ലാസ്ബേലയും കലാത്തിലേക്കും. എന്നിട്ട് അതിൻ്റെ ഭരണാധികാരിയായിട്ട് ഖാൻ വരും എന്നുള്ള തീരുമാനം ഈ യോഗത്തിലെടുത്തു. ഖാൻ സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. എന്നിട്ട് 1947 ഓഗസ്റ്റ് 15 ഈ തീരുമാനപ്രകാരം ഖാൻ എന്ത് ചെയ്തു? കലാത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കലാത്ത് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ 1947 ഇന്ത്യ മാത്രമല്ല, കലാത്ത് എന്നുള്ള ഒരു രാജ്യം കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിനകത്ത് കലാത്തിലെ ഖാൻ വളരെ വിശ്വസ്തനായി കരുതിയിരുന്ന ജിന്ന പക്ഷെ പുറകെ നൂത്തി. ജിന്ന എന്ത് ചെയ്യുന്നറിയോ? 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കലാത്തിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തെ അയച്ചു. കലാത്ത് കീഴടങ്ങിയില്ല. കലാത്ത് പാകിസ്ഥാൻ ആർമിയോട് യുദ്ധം ചെയ്തു. മാർച്ച് 31 വരെ യുദ്ധം ചെയ്തു. ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ പാകിസ്ഥാനോട് കലാത്ത് യുദ്ധം ചെയ്തു. ഒടുവിൽ പാകിസ്ഥാൻ ഒരു വലിയ പവറാണ്, കലാത്ത് ഒരു ചെറിയ പ്രവിശ്യയാണ്. പക്ഷേ അങ്ങനെ ഏപ്രിൽ 1 കലാത്ത് പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ കലാത്ത് കൂടി എന്തായി? പാകിസ്ഥാൻ്റെ കൂടെ. അല്ലെങ്കിൽ ശരിക്കും ജിന്നയുടെ ചതി ആലോചിക്കണം. ജിന്ന കൂട്ടത്തിലിരുന്ന്, ജിന്ന കലാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ജിന്ന അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഖാനോട് പറഞ്ഞു നമുക്ക് വേറെ രാജ്യമാക്കാം. നിങ്ങൾ ചർച്ചയും മൗണ്ട് ബാറ്റനും നെഹ്റുവും ഒക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്തു. മറ്റ് 2 പ്രവിശ്യകളോടെ തന്ന് കലാത്തിനെ സ്വതന്ത്രമാക്കാം എന്ന് കരാറൊക്കെ ഒപ്പിട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പട്ടാളത്തെ അയച്ച് കലാത്തിനെ പിടിച്ച് പാകിസ്ഥാനോട് ചേർന്നു. അപ്പോൾ ഈ സമയത്ത് യുദ്ധം നടക്കുമ്പോൾ അത് ഓഗസ്റ്റ് 15, 16 മുതൽ തന്നെ യുദ്ധം ആരംഭിച്ചു കലാത്തിനെ പിടിക്കാൻ വേണ്ടി. ഏപ്രിൽ 1 കലാത്ത് കീഴടങ്ങിയത്. ഈ മാർച്ച് 31 വരെ ഉള്ള യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഇന്ത്യയോട് പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ സഹായിക്കൂ. നെഹ്റുവിനെ ആവശ്യപ്പെട്ടു ഖാൻ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ തുടക്കം മുതലേ നിങ്ങളുടെ കൂടെ ചേരാൻ താല്പര്യപ്പെട്ടവരാണ്, പാകിസ്ഥാൻ്റെ കൂടെ എന്തായാലും പോണില്ല, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാനാണ് താല്പര്യം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരൻ സാങ്കേതികമായിട്ട് പറഞ്ഞു അതിർത്തിയില്ല ഇന്ത്യയായിട്ട്. അതിർത്തി ഇല്ലെങ്കിൽ അതിർത്തിക്ക് ഇപ്പുറത്തെ സ്ഥലം കൂടെ പിടിച്ചിട്ട് നിങ്ങൾ ഇന്ത്യയോട് ചേർക്കണം, ഞങ്ങളും സഹായിക്കാം, നിങ്ങൾക്ക് ആർമിയില്ലേ. അപ്പോൾ ഇടയ്ക്കൊരു സ്ഥലം ഉള്ളതുകൊണ്ടാണല്ലോ അതിർത്തി ഇല്ലെന്ന് പറഞ്ഞു. ആ സ്ഥലം അങ്ങ് പിടിച്ചാൽ അതിർത്തിയായി. നിങ്ങളും സഹായിക്കാം ഞങ്ങളും സഹായിക്കാം, അതുകൊണ്ട് അതുകൂടെ പിടിച്ചെടുക്കൂ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ചേർന്നില്ല. ഞങ്ങളെ ഇനിയെങ്കിലും ഏറ്റെടുക്കൂ എന്ന്, ഞങ്ങളെ സഹായിക്കുമെന്ന് ഖാൻ നെഹ്റുവിനോട് ആവശ്യപ്പെട്ട നെഹ്റു പറഞ്ഞു. അത് ജിന്നയ്ക്ക് വിഷമമാകും. ജിന്നയ്ക്ക് വിഷമായ നെഹ്റുവിന് വലിയ സങ്കടമാണല്ലോ. അങ്ങനെയാണ് ഈ കലാത്ത് എന്ന് പറയുന്ന പ്രദേശം കൂടി പാകിസ്ഥാൻ്റെതായി മാറിയിട്ട് ബലൂചിസ്ഥാൻ ഉണ്ടായത്. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പണ്ട് മുതലേ ഉള്ള പ്രവിശ്യ ആയിരുന്നില്ല. പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന കലാത്തിനെ ബ്രിട്ടീഷുകാരൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്വാതന്ത്ര്യം കൊടുത്ത രാജ്യത്തെ പിടിച്ചെടുത്ത് കൂടെ ചേർത്തതാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം പോലെയാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നതുമായിട്ടുള്ള വ്യത്യാസം. ബലൂജിൽ അവരുടെ സ്വതന്ത്ര പരമാധികാര രാജ്യമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ അതേ സമയത്ത് തന്നെ കലാത്ത് എന്നുള്ള രാജ്യം പറഞ്ഞതാണ്. അതിനെ അട്ടിമറിച്ച് അവരെ കീഴടക്കിയതാണ് പാകിസ്ഥാനികൾ. അതാണ് അവിടെ നടക്കുന്ന പോരാട്ടത്തിൻ്റെ അടിസ്ഥാന കാരണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിരുന്നു, ഞങ്ങളെ പക്ഷേ പാകിസ്ഥാൻ കീഴടക്കി. പാകിസ്ഥാൻ എന്തിനു കീഴടക്കി? പാകിസ്ഥാന് വേണ്ടത് അവിടുത്തെ ജനതയായിരുന്നില്ല, അവിടുത്തെ വിശാലമായ ഭൂമിയായിരുന്നു. ആ വിശാലമായ ഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ധാതുക്കളുള്ളത്. ഏറ്റവും ചെമ്പിൻ്റെ നിക്ഷേപമുണ്ട്, സ്വർണ്ണമുണ്ട്, മറ്റ് വിലമതിക്കാനാവാത്ത മറ്റു മിനറൽസ് ഉണ്ട്, കൽക്കരിയുണ്ട്, എണ്ണ നിക്ഷേപമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ബലൂചിസ്ഥാനെ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയായിട്ട് പാകിസ്ഥാൻ കരുതുന്നത്. പക്ഷേ ഈ ബലൂജികൾ അടിസ്ഥാനപരമായി പാകിസ്ഥാനിലെ ഗോത്രങ്ങളുമായി വളരെ വ്യത്യസ്തരായതുകൊണ്ട് പാകിസ്ഥാൻ്റെ പൊതുവിലുള്ള മറ്റു മേഖലയിലുള്ള പ്രവിശ്യകളുള്ള മുസ്ലിങ്ങളുമായിട്ടും ഇവർക്ക് വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് 2ാം തരം പൗരന്മാരായിട്ടാണ് ബലൂജികളെ ആര് കാണുന്നത്? പാകിസ്ഥാൻ കാണുന്നത്. അപ്പോൾ ഇവരെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്, ഇവരെ വിൽക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഒരു പാകിസ്ഥാൻ ഒരു സാമ്പത്തിക ഇടനാഴി, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC ഉണ്ടാക്കുന്നുണ്ട്. CPEC എന്ന് പറഞ്ഞാൽ സിൻജിയാങ് മേഖലയിൽ നിന്ന് ഗദ്വാർ തുറമുഖം വരെ നീങ്ങുന്ന ചൈനയുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു ഇടനാഴികയാണ്. അതുകൂടാതെ 1 ബെൽറ്റ് 1 റോഡ് എന്നുള്ള പ്രൊജക്റ്റ്, ഇത് രണ്ടും ആരംഭിച്ചിട്ട് പക്ഷേ ഇഴഞ്ഞു പോവുകയും വലിയ അഴിമതിയിൽപ്പെടുകയും ഇന്നും യാഥാർത്ഥ്യമാവാതിരിക്കുകയും ചെയ്യുക. പക്ഷേ സത്യത്തിൽ ഇതൊന്നും ബലൂജിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല. അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി
ചൈനയെ കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. അപ്പോൾ തങ്ങളെ ഇങ്ങനെ നിരന്തരം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതിയല്ല, അവരുടെ അനുഭവമാണ്, അവരുടെ നേരനുഭവമാണ്. പാകിസ്ഥാനികൾ ചൈനക്കാരുടെയൊക്കെ സഹായത്തോടെ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും ഒന്നാം തരം പൗരന്മാരായി കാണുന്നില്ല, രണ്ടാം തരമോ മൂന്നാം തരമോ ആയി കാണുന്നു. ഞങ്ങളെ മൃഗങ്ങളെ പോലെ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇവരുമായി ഒരിക്കലും ചേരുന്നവരല്ല, ഞങ്ങൾ വേറെ ജനമാണ്, ഞങ്ങൾ വേറെ രാജ്യമാണെന്നുള്ളത് ഓരോ ബലൂജിയുടെയും രക്തത്തിലുള്ളതാണ്. മാത്രമല്ല അവിടുത്തെ ധാതു സമ്പത്ത് എടുത്ത് ഈ പഞ്ചാബ് സിന്ധി പ്രവിശ്യകളുടെ വികസിപ്പിക്കുന്നു. ബലൂജിലേക്കൊന്നുമില്ല. ഈ അവസ്ഥ മാറണമെന്ന് ബലൂജികൾ ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ BLA എന്ന് പറയുന്ന സംഘമുണ്ടായി. അവർ സായുധ പോരാട്ടം നടത്തുന്നത്. അവരിപ്പോൾ അവിടെ ഈ പണികൾ നടത്താൻ വരുന്ന, പ്രൊജക്റ്റുകൾ നടത്താൻ വരുന്ന ചൈനക്കാരെയൊക്കെ വെടിവെച്ചു. ചൈന അതുകൊണ്ട് തന്നെ ആ അക്ഷരാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. ചൈന പാകിസ്ഥാനോട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ കൊണ്ട് ഈ ബലൂജികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ പട്ടാളത്തെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനെ സംഭവിക്കാൻ പറ്റില്ല. കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ സേന സ്വന്തം രാജ്യത്തേക്ക് വന്നാൽ അത് വലിയ പണിയാവുമെന്നറിയാം. ഒന്നാമത് CPEയുടെ ഒക്കെ കാര്യത്തിന് ഒരുപാട് പണം ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റുകളൊന്നും റിയലൈസ് ചെയ്യുന്നുമില്ല. വലിയ സാമ്പത്തിക കെണിയിലാണ്, ചൈനയുടെ സാമ്പത്തിക കെണിയിൽ പാകിസ്ഥാൻ ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പോൾ സൈന്യത്തെ കൂടെ അനുവദിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി പാകിസ്ഥാൻ അറിയാം. ഏതായാലും പാകിസ്ഥാനിലെ ബലൂജ് മേഖലയിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ സ്വന്തം ഗോത്ര തനിമ നിലനിർത്തി അവരുടെ പഴയ രാജ്യം ബ്രിട്ടീഷുകാർക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ്, ആ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ തുടർച്ചയായി ആക്രമണം നടത്തുകയും ചെയ്യില്ല. കഴിഞ്ഞ ദിവസം 7 പേരെ കണ്ട് പിടിച്ചെടുത്ത് ഒരുപാട് പേരെ, എത്ര പേരെ കൊന്നു, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അവർ ചാവേർ ആക്രമണം നടത്തും. ആ പഷ്തൂൺ മേഖലയിലുള്ള പഞ്ചാബ് പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധു മേഖലയിലുള്ള, പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മേഖലയിലുള്ള ആളുകൾ അവരുടെ ഹൈവേ കൂടെ വന്ന് അവർ വെടിവെച്ചു. അവർ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ വേറെ ജനതയാണ്, ഞങ്ങൾ വേറെ രാജ്യമാണ്, ഞങ്ങൾ കലാത്താണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഞങ്ങൾ പഴയ കലാത്താണ്, ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യമെന്നുള്ള പരിവേഷം വേണം എന്നാണ് ബലൂജികൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ അവരെ സഹായിക്കുന്നുണ്ട്, ഇന്ത്യയാണ് ആയുധം കൊടുക്കുന്നത് എന്നാണ് നിരന്തരം പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ചില തെളിവുകളൊക്കെ പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, 2016 അതിന് ഏതാണ്ട് എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രസംഗം UN ഐക്യരാഷ്ട്രസഭയിൽ നരേന്ദ്രമോദി നടത്തി. ബലൂചിസ്ഥാനികൾ നടത്തുന്ന പോരാട്ടം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. കാശ്മീർ എന്നും പറഞ്ഞ് ഉമ്മാരും UN പോയിട്ട് നമുക്കിട്ട് പണിയാറുണ്ട്. പക്ഷേ നമ്മുടെ കാശ്മീർ നമ്മുടെയാണ്. നമ്മുടെ ഹരിസിംഗ് രാജാവ് ഇന്ത്യയിൽ ചേരാൻ തീരുമാനിച്ചു, അങ്ങനെ ഇന്ത്യ ചേർന്നു, അല്ലാതെ നമ്മൾ പിടിച്ചെടുത്തൊന്നുമല്ല. പക്ഷെ ബലൂചിസ്ഥാൻ അങ്ങനെയല്ല, കലാത്തൊരു വേറെ രാജ്യമായി 3 കക്ഷികൾ, ഇന്ത്യയും പാകിസ്ഥാനും ബ്രിട്ടീഷുകാരും കൂടെ അംഗീകരിച്ച സ്വതന്ത്ര രാജ്യമാണ്. ആ രാജ്യത്തെ ഇവർ പിടിച്ചെടുത്തതാണ്. അപ്പോൾ കാശ്മീരിനെ പോലെ കലാത്തിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് കലാത്തിൻ്റെ വിഷയം, ബലൂചിസ്ഥാനികളുടെ വിഷയം ഒരു ജൈവികമായ വിഷയമാണ്. അടിസ്ഥാനപരമായി അതിനൊരു ന്യായമുണ്ട്. അവർ വേറെ രാജ്യവും വേറെ ജനതയുമാണ്. അവരുടെ പോരാട്ടത്തെ ലോകം പിന്തുണയ്ക്കണമെന്ന് നരേന്ദ്രമോദി 2016 ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത് വലിയ ഞെട്ടലാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം അത് ഈ കാശ്മീർ പോലെയല്ല കലാത്ത്, അത് വേറൊരു രാജ്യത്തെ ജനങ്ങൾ അവരെ പിടിച്ചെടുത്ത് അടിമകളാക്കിയതിനെതിരെയുള്ള പോരാട്ടമാണെന്നുള്ള നിലപാട് ഇന്ത്യ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ രഹസ്യമായി സഹായിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ബലൂചിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ ഒരു സംഘർഷത്തിൻ്റെ വക്കിലാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സാമ്പത്തികവും സൈനികവും സാംസ്കാരികവും സാമൂഹികവുമായ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ സമയത്ത് ബലൂചിസ്ഥാനിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തെ അടിച്ചമർത്താനോ ഒന്നും കഴിയാത്തൊരവസ്ഥ പാകിസ്ഥാനുണ്ട്. ഇപ്പം ലോകത്ത് വലിയ മാറ്റം വന്നിരിക്കുന്നു, ട്രംപിൻ്റെ സർക്കാർ വന്നിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്ക് ഇത്തരം ഈ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ സഹായിക്കാനുള്ള ബാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ്. മാത്രമല്ല, ബംഗ്ലാദേശിൽ ഈ പാകിസ്ഥാൻ കയറി വൃത്തികെട്ട കളികൾ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു കഷ്ണം ഇങ്ങ് പോന്നോട്ടെ എന്ന് വെച്ചാലും അത്ഭുതത്തിന് വകയൊന്നുമില്ല. യോഗി ആദിത്യനാഥ് 2 ആഴ്ച മുമ്പ് പറഞ്ഞു, പാകിസ്ഥാൻ ഒരുപാട് കളിച്ചാൽ 1 അല്ല 4 കഷ്ണമായി മാറുമെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഷ്ണമായി മാറാൻ പോകുന്നത് ബലൂചിസ്ഥാനായിരിക്കും. പാകിസ്ഥാൻ യോഗി പറഞ്ഞതുപോലെ 4 കഷ്ണമായാൽ അതിലേറ്റവും വലിയ കഷ്ണം ഏതായിരിക്കും എന്നറിയോ? ബലൂചിസ്ഥാനായിരിക്കും. ലാഹോറും റാവൽപിണ്ടിയും ഇസ്ലാമാബാദും ഒക്കെയുള്ള പാകിസ്ഥാൻ ചെറിയ കഷ്ണങ്ങളായി മാറുകയും ബലൂചിസ്ഥാനായിരിക്കും ആ പ്രവിശ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി മാറുകയും ചെയ്യും
എന്ന് വന്നേക്കാം. ഏതായാലും യോഗി പറയുന്നത് വെറുതെ ആവില്ല, മോദി 2016 ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതും വെറുതെ ആവില്ല എന്ന് പാകിസ്ഥാന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരടയാളമാണ് ഫസലുർ റഹ്മാൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.